രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തുവെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പ്രമേയം പാസാക്കിയ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പ്രമേയത്തെ പ്രവർത്തക സമിതിയിലെ എല്ലാവരും അനുകൂലിച്ചെന്നാണ് വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ രാഹുലാണ് എന്നാണ് വേണുഗോപാൽ കൂട്ടിച്ചേർത്തത്. അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇക്കാര്യത്തിലുടൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു KC ഇതിനു മുമ്പ് മറുപടി നൽകിയത്. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആരംഭിച്ചുവെന്നും 4 മാസം മുമ്പുണ്ടായിരുന്ന അന്തരീക്ഷമല്ല ഇപ്പോൾ പ്രവർത്തക സമിതിയിലുള്ളതെന്നാണ് വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. പ്രവർത്തക സമിതിയുടെ അഭ്യർത്ഥന രാഹുൽ കേൾക്കുമെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമെന്നും രാജ്യസഭാ MP പ്രമോദ് തിവാരിയും കൂട്ടിച്ചേർത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ എടുത്ത അധ്വാനത്തെയും പ്രവർത്തക സമിതി അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുവാക്കൾ, വനിതകൾ, കർഷകർ, തൊഴിലാളികൾ, ദളിതുകാർ, OBC ന്യൂനപക്ഷ വിഭാഗക്കാർ എന്നിവരുടെ സ്വപ്നങ്ങളും ആശങ്കകളുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ചർച്ചയാക്കിയതെന്നും പ്രവർത്തക സമിതി വിലയിരുത്തി. പ്രവർത്തക സമിതിയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരി, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി എന്നിവരെല്ലാം പങ്കെടുത്തിരുന്നു. അതേസമയം ഞായറാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ഉച്ചയോടെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. അയൽരാജ്യങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും 7 രാജ്യങ്ങളുടെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ജൂൺ 9 പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഞായറാഴ്ച വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരുക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഘെ, മാലിദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മുയ്സു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡെ എന്നിവരായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടൊബാഗ, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ക്ഷണം ഇവർ സ്വീകരിച്ചതായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ന് ഉച്ചയോടെ ഡൽഹിയിൽ എത്തുകയായിരുന്നു. അഹമ്മദ് അഫീഫും ഇന്ന് രാജ്യ തലസ്ഥാനത്ത് എത്തി. നേതാക്കളുമായി മോദി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. ചൈന അനുകൂല നിലപാടുകളുള്ള മുയ്സ് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ചത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇക്കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം കടുത്ത പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ചയും തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുമുള്ള ഒരു ക്ഷണം കൂടി ലഭിച്ചിരിക്കുന്നത്. അതേറെ നിർണായകമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.